ജോവാക്കർ മലൈക്കോട്ടെ വാലിബൻ കണ്ടിരുന്നു. ഫസ്റ്റ് ഷോ തന്നെ കണ്ട്. മലൈക്കോട്ടെ വാലിബൻ ഒരു ക്ലിന്റ് ഈസ്റ്റ്വുഡ് മൂഡ് പടമായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഏകദേശം അതേപോലത്തെ ഒരു പടമാണ് മലയാളത്തിൽ താഴ്വാരം. പക്ഷെ ഇതുവരെയൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കണ്ടത് നിജം, കാണാത്തത് പോയി, നീ കണ്ടതെല്ലാം പോയി, നീ കാണപ്പോകുന്നത് നിജം. ഇതാണ് സിനിമയുടെ ഫസ്റ്റ് ലൈൻ. ഇതാണ് സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് കഥ. ഇതിന്റെ ഓരോ ഫ്രെയിമുകൾ അതിമനോഹരമായിട്ടാണ് ലിജോ ജോസ് പല്ലിശ്ശേരി വെച്ചിരിക്കുന്നത്. എന്ത് ഫ്രെയിം, അത് DOP ഒക്കെ വർക്ക് നല്ലതാണ്. കളറിങ്, ഗാനങ്ങൾ, ഇതെല്ലാം അഡ്വാൻറ്റേജ് ആണ് പടത്തിന്. അതുപോലെ തന്നെ മോഹൻലാലാണ് ഇതിലെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഡയറക്ഷൻ, നമ്മൾ ആ സീനെ എങ്ങനെ കാണുന്ന രീതി കാണാം, നമ്മൾ കാണിക്കുന്ന ഇന്ന രീതിയിലാണ് കാണുന്നതെന്നുള്ളി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ഉള്ള ഒരു ടൈപ്പ് ഒരു മേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാസം ആഗ്രഹിച്ച്, കാരണം ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് ഒരു മൈൻഡ് ഉണ്ട്. ആ മൈൻഡിനനുസരിച്ചും നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ആ പടം കണ്ട് വിശകലനം ചെയ്തിട്ട് നമ്മൾ വലിയ ഇന്റലക്ച്വലൊക്കെ ആയി പോകുന്നുള്ളൊരു തോന്നലൊക്കെ ആയി പോകുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൊളായി പോകും. പക്ഷെ എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഇവിടെ ചില സ്ഥലങ്ങളിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫുൾ സാധാരണ രീതിയിൽ പടം എടുത്ത് ഒരുപാട് കുറച്ചുകൂടി നമ്മൾ മാസമൊക്കെ പ്രതീക്ഷിച്ചൊക്കെ തന്നെയാണ് ഞാൻ തിയേറ്ററിൽ പോയത്. പക്ഷെ എനിക്ക് അത് മാസം ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അത് ചെറിയ നിരാശ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എല്ലാ പടങ്ങളും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ അങ്ങനെ കണ്ട് കാര്യമല്ല. ലിജോ ജോസ് പല്ലിശ്ശേരി അയാൾ എങ്ങനെയാണ് ആ സിനിമയെ നമ്മൾ കാണിച്ചു തന്നെ ആ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണിച്ചത്. അതുപോലെ തന്നെ പിന്നെ ഡയലോഗ് ഡെലിവറീസ് കുറച്ച് ഡ്രാമ എനിക്ക് ഫീൽ ചെയ്തതാണ്. പക്ഷെ നമുക്ക് പടം അവസാനം നമുക്കൊരു നല്ലൊരു ക്ലൈമാക്സ് വരുന്നുണ്ട്, രണ്ടാം പാർട്ട് വരുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പടം കുറച്ചും കൂടി എന്തൊക്കെയോ കുറച്ചും കൂടി പറയാനുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നത് വിശ്വസിക്കാം, കാണാത്തത് വിശ്വസിക്കരുത്. പക്ഷെ കണ്ടതെല്ലാം വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇനി കാണാൻ പോകുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു തോട്ടിലാണ് ആ പടത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തോട്ടില് ആ വൺ ലൈൻ തന്നെ ആണ് പടത്തിന്റെ ഹൈലൈറ്റും പടത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ആ പടത്തിന്റെ ഇതാണ്. അവസാനം നമുക്കത് മനസ്സിലാവുന്ന ഒരു രീതിയിലാണ് ലിജോ ജോസ് പല്ലിശ്ശേരി ആ പടത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ലാലേട്ടന്റെ അഭിനയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ലാലേട്ടൻ ഒരു വടിയിൽ നിൽക്കുന്നൊരു രംഗമുണ്ട്, കിടുക്കൻ സീനാണ്. ഇൻട്രൊഡക്ഷൻ നല്ലതാണ്. എല്ലാ കാര്യങ്ങളും പടം അത്യാവശ്യം ഒരു വൺ ടൈം വാച്ച് മൂവിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, പടത്തെ ഒരുപാട് അതിന്റെ സീൻ വൈസും അതിന്റെ DOPയും കളറിങ്ങും അത് സോങ്ങുകളുടെ രീതിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പടം കുറച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് മാസ് പ്രതീക്ഷിക്കുന്നവർക്ക് നമ്മൾ ഭയങ്കര മാസ് പടമല്ല. മോഹൻലാലിനെ നമുക്ക് എങ്ങനെയാണ് കാണിച്ചു തരാൻ ലിജോ ജോസ് പല്ലിശ്ശേരി ആഗ്രഹിച്ചെന്ന് വെച്ചാൽ അതേപോലത്തെ ഒരു പടമാണ്. ഓവർ എക്സ്പെക്ടേഷൻ, ഓവർ മാസ് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ദുഃഖിക്കേണ്ടി വരും. പക്ഷെ പടം ഭയങ്കര കളർഫുള്ളാണ്. താങ്ക് യു.